പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇത് കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. യേശു ഏകരക്ഷകൻ, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, യേശുവിലൂടെ രോഗശാന്തി, കാൽ തളർന്നവർ നടക്കുന്നു, ചെവി കേൾക്കാത്തവർ കേൾക്കുന്നു എന്ന് വേണ്ട, തലമുടി വളരാൻ വരെ യേശുവിന് പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടറും വേണ്ട, ആശുപത്രിയും വേണ്ട, യേശു മാത്രം മതി. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എത്ര പാഷാണ്ഡതകൾ പ്രചരിപ്പിച്ചാലും പീഡനങ്ങൾ തുറന്നുവിട്ടാലും ഏതൊരു വിശ്വാസിയും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദ ലോർഡ് എന്ന ദൈവസ്തുതി തുടർന്നുകൊണ്ടേ ഇരിക്കും. ഹോസ്പിറ്റലുകൾ ഇനിയും ഉണ്ടാകണം, ഡോക്ടർമാരും ഉണ്ടാകണം. ലോക മനുഷ്യരും നിരീശ്വരവാദിക്കും മണ്ണിനടിയിൽ പോകുന്നതിന് മുമ്പ് അല്പ ആശ്വാസത്തിനായി അത് ഉപകരിക്കും. രോഗശാന്തി എന്നത് കാപട്യത്തെ പടുത്തുയർത്താനുള്ള കള്ളമല്ല, ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് ഏതൊരാളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രോഗാവസ്ഥയിൽ തളർന്നവൻ വിശ്വാസത്തോടെ യേശുവിനോട് ചേർന്നിട്ട് വിളിക്കുമ്പോൾ താൻ വിളി കേട്ടു എന്ന് അടയാളത്തിനായി നൽകുന്നത് ആകുന്നു. അതും വിശ്വാസികൾക്ക് മാത്രം. കണ്ട അണ്ടനും അടകോടനും ലഭിക്കുന്നതല്ല ഈ രോഗശാന്തി. നമുക്ക് യുക്തിപൂർവം ഒന്ന് പരിശോധിക്കാം. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഗൗതമ ബുദ്ധൻ ജീവിച്ചിരുന്നത് യേശുവിനും 4 നൂറ്റാണ്ട് മുൻപാണ്. ബുദ്ധന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാണക്യൻ ജനിച്ചത് യേശുവിനും 300 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് രചിച്ച അർത്ഥശാസ്ത്രം ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇനി നമുക്ക് ഗ്രീസിലേക്ക് വരാം. സോക്രട്ടീസിന്റെ കാലം യേശുവിനും 4 നൂറ്റാണ്ട് മുൻപാണ്. ഇവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്രരേഖകൾ ഉണ്ടായിരിക്കെ കേവലം 2000 വർഷം മുൻപ് ജനിച്ചെന്ന് പറയപ്പെടുന്ന യേശുവിന്റെ ജനനം, ജീവിതം, മരണം എന്നിവ ചരിത്രത്താളുകളിൽ കൃത്യമായി ഇല്ലാത്തതെന്തുകൊണ്ട്? യേശുവിന്റെ ജീവിതം ഒരു കെട്ടുകഥയാണോ? ലിറ്റർജി ക്രിറ്റിസിസം ക്രിസ്ത്യാനികൾ ഇതിനു മുമ്പും നേരിട്ടുണ്ട്. AD എന്നും BC എന്നും ലോകം തരംതിരിച്ചത് ഇല്ലാതിരുന്ന യേശുവിനെ ഉണ്ടാക്കിയിട്ടാണോ? AD 140 നോസ്റ്റിക് ചിന്താധിക്കാരനായ മാർഷൽ അപൂർണമായ പുതിയ നിയമം പുറത്താക്കി സഭയെ വെല്ലുവിളിച്ചു. ഈ കൃതിയെ അർദ്ധ കാനോൻ എന്ന് ഡിഡാക്കെ വിളിച്ചു. ഇത് നടന്നത് AD 140 ആണ്. നോസ്റ്റിക് ചിന്താധിക്കാരനായ മാർഷൽ ഏത് പുസ്തകം നോക്കിയിട്ടാണ് പുതിയ നിയമം ഉണ്ടാക്കിയത്? കൂടാതെ AD 110 പോളികാർപ്പ്, AD 115 ഇഗ്നാത്യോസ്, AD 100 165 ഇടയിൽ ജസ്റ്റിൻ മാർട്ടിൻ. ഇവരുടെ എല്ലാം എഴുത്തുകളിൽ പുതിയ നിയമഗ്രന്ഥത്തിലെ വേദപുസ്തകങ്ങളുടെ വചനങ്ങൾ എങ്ങനെ കടന്നു വന്നു? അപ്പോൾ അതിനർത്ഥം AD 1 നൂറ്റാണ്ടിലെ വേദപുസ്തകം രചിക്കപ്പെട്ടു എന്നല്ലേ? ആദിമസഭയിൽ എഴുതപ്പെട്ട മിക്ക വേദപുസ്തകവും കൂടി 27 പുസ്തകം AD 140 203 ഇടയിൽ അംഗീകരിച്ചു എന്നത് ഐർനീസിന്റെ കാലഘട്ടത്തിൽ ആണ് എന്നുള്ളത് മറക്കാനാകുന്ന സംഭവമാണോ? ഇതിന് തെളിവ് നൽകുന്നത് വെസ്റ്റ് കോട്ടിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. ഈ കാലഘട്ടത്തിൽ ബൈബിളിനെ വിളിച്ചിരുന്ന പേരും വളരെ പ്രശസ്തമാണ്. പുതിയ നിയമത്തെ സുവിശേഷങ്ങളും അപ്പോസ്തലന്മാരുമെന്നും പഴയ നിയമത്തെ ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നാണ്. ഏത് കാലഘട്ടമാണ്? AD 144 203 ഇടയിൽ. ഇറ്റലിക്കാരനായ മ്യൂറോട്ടറി മിലാനിലെ അംബോസിയൻ ലൈബ്രറിയിൽ AD 1070 മുമ്പിൽ രചിക്കപ്പെട്ട പുതിയ നിയമം ഇരിക്കുന്നത് ഇപ്പോഴും തെളിവല്ലേ? ഇനിയും ധാരാളം തെളിവുകൾ ഉണ്ടെങ്കിലും വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ ഇത് മതിയല്ലോ. ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാർ പുതിയ നിയമം എഴുതിയിരുന്നത് പാപ്പരീസിലായി. ഈജിപ്തിൽ പരവരുത്ത കാലാവസ്ഥയിൽ മാത്രം നിലനിൽക്കുന്ന പാപ്പരീസ് പേപ്പറുകൾ മറ്റ് രാജ്യങ്ങളിൽ അത് കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ട് അത് അനുദിനങ്ങളിൽ പകർത്തി എഴുതി പുതിയതിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഭൂമികുലുക്കവും യുദ്ധവും തുടങ്ങിയ പല കാര്യങ്ങൾ വന്ന് ഇതിൽ പലതും മണ്ണിനടിയിൽപ്പെട്ടിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇത് കണ്ടെത്തി പരിശോധന സമർപ്പിക്കപ്പെട്ടപ്പോൾ ശാസ്ത്രലോകം കൂടെയും പറയുന്നു 2000 വർഷത്തിനോളം പഴക്കമുണ്ട് ഈ ഗ്രന്ഥങ്ങൾ. ഇത്രയധികം തെളിവുകളുള്ളപ്പോൾ 1 നൂറ്റാണ്ടിൽ എഴുതിയ വേദപുസ്തകം എങ്ങനെ 4 നൂറ്റാണ്ടിലെ ഐതിഹ്യ കഥയായി മാറും? ഇനിയും കൂടാതെ
പീലാത്തോസ് സീസറിനെഴുതിയ ലേഖനത്തില് യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്തതും ക്രൂശിൽ തറയ്ക്കാൻ വിട്ടുകൊടുത്തതിന്റെയും ഈ രേഖകൾ ഇന്നും മ്യൂസിയത്തിലില്ലേ? യേശുക്രിസ്തു ഉയർത്തു എന്ന് അവർ പറയുന്നുവെന്നും കാവൽക്കാർ അത് പ്രസ്താവിച്ചു തന്നോട് വന്ന് പറഞ്ഞെന്നു എന്നും സീസറിനോട് പീലാത്തോസ് എഴുതിയ ലെറ്റർ ഇന്നും ലൈബ്രറിയിൽ ഇരിക്കുന്നത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ലോകത്തിൽ നടക്കുന്ന ക്രിസ്തീയമായ മിക്ക സംഭവങ്ങളും അവയെക്കുറിച്ചുള്ള വചനത്തിന്റെ പൊരുളുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക.